നമസ്കാരം. മാർച്ച് 3 നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കത്തക്കവണ്ണം വലിയ യോഗമാണ് വന്നു ചേരുന്നത്. കേന്ദ്ര ത്രികോണ രാജയോഗമാണ് മാർച്ച് 3 സൃഷ്ടിക്കപ്പെടുന്നത്. പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. മീനം രാശിയിലാണ് കേന്ദ്ര ത്രികോണ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്നത്. ശുക്രന്റെ ഉച്ചരാശിയിൽ സൃഷ്ടിക്കപ്പെടുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്താൽ വലിയ സൗഭാഗ്യങ്ങളും ധനനേട്ടങ്ങളും അനുഭവിക്കുവാൻ യോഗം വന്നു ചേർന്നിരിക്കുകയാണ് ചില രാശിക്കാർക്ക്. ഇവർക്ക് അത്യധികം ഭാഗ്യമാണ് വന്നു ചേരുക. ലോട്ടറി ഭാഗ്യമാണ് ഇവരെ കാത്തിരിക്കുന്നത്. സർവ സൗഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരത്തക്കവണ്ണം വലിയ നേട്ടങ്ങൾ തന്നെയാണ് കേന്ദ്ര ത്രികോണ രാജയോഗത്താൽ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുക. കരിയർ, ജോലി, ജീവിതം, ധനം എന്നീ മേഖലകളിലെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ കേന്ദ്ര ത്രികോണ രാജയോഗം മൂലം സാധിക്കുന്നതായിരിക്കും. ഏതെല്ലാം രാശിക്കാർക്കാണ് മാർച്ച് 3 സംഭവിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗത്താൽ അത്യധികം ധനനേട്ടങ്ങളും സൗഭാഗ്യവും ജീവിതത്തിൽ അനുഭവയോഗ്യമായി വരുന്നതെന്നറിയാം. മേടം രാശി. മേടം രാശിക്കാർക്ക് മാർച്ച് 3 സംഭവിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം മൂലം ഇവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുക. ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഉയർച്ച കൈവരിക്കും. ഇവരുടെ ജീവിതത്തിൽ അത്യധികം സന്തോഷങ്ങളാണ് വന്നു ചേരുക. വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. ഇവരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ സ്വന്തമാക്കുവാനുള്ള യോഗം വന്നു ചേരും. സർവകാര്യങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഇവരുടെ സാമ്പത്തിക സ്ഥിതി അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ദാമ്പത്യപരമായി വളരെയധികം സന്തോഷവും സമാധാനവും വന്നു ചേരും. കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കും. മത്സര പരീക്ഷകളിലെല്ലാം തന്നെ ഉന്നത വിജയം കരസ്ഥമാകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് മാർച്ച് 3 മുതൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുക. കേന്ദ്ര ത്രികോണ രാജയോഗം ഇവരുടെ ജീവിതം വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുവാൻ ഇവർക്ക് തീർച്ചയായും സാധിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരും. ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഉയർച്ച കൈവരിക്കുന്നതായിരിക്കും. ബിസിനസ് ആരംഭിക്കുവാൻ അനുകൂലമായ സമയം വന്നു ചേരും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടവും ഇവരെ കാത്തിരിക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. പല വഴിക്കും പണം ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. വിദേശത്തു നിന്നും ധനനേട്ടങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക. സമ്പത്തും സമാധാനവും ഒരുപോലെ ഇവർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗത്താൽ അനുഭവയോഗ്യമായി വരുന്നതായിരിക്കും. ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കും. കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. ധനുരാശി. ധനുരാശിക്കാർക്ക് മാർച്ച് 3 സംഭവിക്കുന്ന കേന്ദ്ര ത്രികോണ രാജയോഗം ഇവരെ വലിയ രീതിയിൽ നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സഹായിക്കും. ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലാണ് ഗുണാനുഭവങ്ങൾ തേടിയെത്തുക. വളരെ കാലമായി ഇവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും. സമൂഹത്തിൽ അംഗീകാരവും പ്രശസ്തിയും വന്നു ചേരും. വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. ഇവരുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി ഉയർന്നു നിൽക്കും. കുടുംബപരമായി വളരെയധികം സന്തോഷം വന്നു ചേരും. ജോലിയിൽ ഉയർച്ചയും സ്ഥാനക്കയറ്റവും
ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ പലതും ഇവരെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ വെച്ചടി കയറ്റത്തിലേക്ക് കുതിക്കുന്ന സമയം കേന്ദ്ര ത്രികോണ രാജയോഗത്താൽ വന്നു ചേരുന്നതായിരിക്കും.